2023 നീറ്റ് എക്സാമിൽ ഉയർന്ന സ്കോർ നേടിയ ഒരു മിടുക്കിക്കുട്ടി ലിൻഡു ജോൺസൺ ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. അപ്പം 2023 നീറ്റ് എക്സാം ഇത്ര ഉയർന്ന സ്കോറോടുകൂടി ക്ലിയർ ചെയ്യാൻ ലിൻഡു ജോൺസണെ സഹായിച്ച പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, മോളുടെ നീറ്റ് എക്സാം പ്രിപ്പറേഷൻ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. മോളെ, ഇപ്പം വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അല്ലേ? ഉയർന്ന സ്കോർ നേടി നീറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം MBBS എന്നുള്ള കോഴ്സ് പഠിക്കണം, ഡോക്ടർ ആവണം, അതിനുവേണ്ടി നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം തനിയുണ്ടായതാണോ അതോ എവിടെ നിന്നാണ് ഈ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത്? കുഞ്ഞുനാൾ തൊട്ടേ നമ്മൾ അംബീഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ എന്ന് പറയുന്നത് ഒരു പതിവായിരുന്നു. പക്ഷേ എൻ്റെ ചേച്ചി ഇപ്പോൾ പ്രിലിമിനറി സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്ത് MBBS കഴിഞ്ഞ് ഇപ്പോൾ ഹൗസ് സർജനാണ്. അപ്പം ചേച്ചി ഇങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ വന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ആഗ്രഹം കൂടി വന്നു. അപ്പം ചേച്ചിക്ക് കിട്ടിയപ്പോൾ നമുക്ക് കിട്ടും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നൊരു പ്രൊഫഷൻ, അതിൻ്റെ ആ ഒരു മഹത്വം ശരിക്കും മനസ്സിലാക്കി ചേച്ചി ഇങ്ങനെ അവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ പറയുമ്പോൾ കൂടെ നമ്മൾ അതിനോട് അട്രാക്റ്റഡ് ആയി. ഓക്കെ, അപ്പോൾ ഈ നീറ്റ് എക്സാമിനെ പറ്റി മനസ്സിലാക്കിയതും ചേച്ചിയിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ നീറ്റ് എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ ഇത്രയധികം ഒരു എഫേർട്ട് വേണം, നാഷണൽ ലെവൽ നല്ല കോമ്പറ്റീഷൻ ഉള്ളൊരു എക്സാം ആണ്. അപ്പം ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ മോളെ സഹായിച്ച പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്തായിരുന്നു? മെയിനായിട്ട് ബ്രില്യൻറ്റിൻ്റെ സപ്പോർട്ട് തന്നെയാണ്. അവിടുത്തെ ഒരു എക്സാം പാറ്റേൺ, നമുക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു അവരുടെ പാറ്റേൺ ഒക്കെ. അപ്പോൾ നമുക്ക് നീറ്റിന് അവിടെ ചെന്നിരുന്നപ്പോഴും പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. കാരണം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് അല്ല, ഈ പാറ്റേൺ നമ്മൾ നേരത്തെ കണ്ടത് തന്നെയായിരുന്നു. പിന്നെ ടൈം മാനേജ്മെൻറ്റ്, അത് അവിടുത്തെ എക്സാംസിലൂടെ തന്നെ നമുക്ക് ഏകദേശം എല്ലാം ക്ലിയർ ആയിരുന്നു. കറക്റ്റ് ഞങ്ങൾക്ക് ഫസ്റ്റ് 3 hours 10 minutes എക്സാംസ്. അപ്പോൾ നമുക്ക് 20 minutes ആക്ച്വലി അത് അഡ്വാൻറ്റേജ് പോലെയായിരുന്നു എക്സാം ഹോളിൽ. പിന്നെ OMR പാറ്റേൺ ആയാലും എല്ലാം നമ്മൾ കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് നമ്മുടെ ബ്രില്യൻറ്റിലൊരു എക്സാം പോലെ തന്നെ ഉള്ളായിരുന്നു നീറ്റ്. ഞാൻ ഓഫ്ലൈൻ ബാച്ച് R42. ഓഫ്ലൈൻ ബാച്ച് ആയിരുന്നു. അപ്പോൾ ഹോസ്റ്റൽ ഏതായിരുന്നു? ഞാൻ പേൾ ഹോസ്റ്റലിലായിരുന്നു. എങ്ങനെയായിരുന്നു നമ്മൾ ബ്രില്യൻറ്റിന്റെ ഹോസ്റ്റലിലെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? ബ്രില്യൻറ്റ് ഹോസ്റ്റലൊന്നും ആദ്യമേ നമുക്ക് പേടിയായിരുന്നു. പക്ഷേ അവിടുത്തെ വാർഡൻസ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, സപ്പോർട്ടീവ് ഒക്കെ ആയിരുന്നു. 4 വാർഡന്മാരും നമ്മളിപ്പോൾ മാർക്കൊക്കെ കുറഞ്ഞാലും അടുത്ത പ്രാവശ്യം ഇമ്പ്രൂവ് ചെയ്യണം, നിന്നെ കൊണ്ട് പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ നല്ല മോട്ടിവേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഹോസ്റ്റലിൽ ലൈബ്രറി ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ നമ്മുടെ റൂംമേറ്റ്സ് ആയാലും എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മൾ ഡൗട്ടൊക്കെ ചോദിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡൗട്ടൊക്കെ പറഞ്ഞ് ക്ലിയർ ചെയ്തൊക്കെ കൊടുക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബ്രില്യൻറ്റിന്റെ ഫെസിലിറ്റീസിനെ പറ്റി എന്താ പറയാനുള്ളത്? ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇലേൺ ആപ്പാണ് ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ഫെസിലിറ്റി എടുത്തു. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡൗട്ട് ആയാലും നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ഒന്നും ഒരു ഷോർട്ടേജും തോന്നത്തില്ല. എല്ലാ ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസും ചാപ്റ്റർ വൈസ്, സബ്ജക്ട് വൈസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഇലേണിൽ തന്നെ അവൈലബിൾ ആയിരുന്നു. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്കിപ്പോൾ ഒരു എക്സാം പാറ്റേൺ നമുക്ക് എഴുതണമെന്ന് തോന്നുമ്പോൾ തന്നെ നമുക്ക് അതുപോലെ വൈഫൈ ഫെസിലിറ്റി എല്ലാം ഹോസ്റ്റലിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് ഫുൾ എല്ലാ ഫെസിലിറ്റിയും ഇലേൺ എന്നൊരു ആപ്പിൽ നമുക്ക് നീറ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റെഫറൻസ് ഫെസിലിറ്റി, നമുക്കിപ്പം ഹോസ്റ്റലിൽ കുറേ നാൾ ഇരിക്കുമ്പോഴത്തേക്കും അടുക്കുമ്പോഴത്തേക്കും നമ്മൾ റെഫറൻസിന് പോകും. അവിടെ സമാധാനമായിട്ടിരുന്ന് ബ്രേക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് പഠിക്കാനും അതുപോലെ തന്നെ ലൈബ്രറി എല്ലാ ഫെസിലിറ്റീസും നമുക്ക് നീറ്റിന് ക്രാക്ക് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, നമുക്കറിയാം നീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമാണ്. നമുക്കറിയാം 2023 നീറ്റ് എക്സാം തന്നെ ഏകദേശം 20 ലക്ഷത്തോളം കുട്ടികളാണ് എഴുതിയത്.
അപ്പോൾ ഇങ്ങനെ ഒരു എക്സാം അപ്പിയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു എക്സാമിൻ്റെ ടൈമിലെ ആ ഒരു ടൈം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ടെൻഷൻ, സ്ട്രെസ് മാനേജ്മെൻറ്റ്, അപ്പം ഇതൊക്കെ എങ്ങനെയാണ് മോൾക്ക് സാധിച്ചത്? നമുക്കിപ്പോൾ 20 ലക്ഷം പേര് എഴുതുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് വളരെയധികം ടെൻഷൻ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അത് മാറ്റാൻ നമ്മുടെ ഡയറക്ടേഴ്സും അതുപോലെ ക്ലാസ് ടീച്ചേഴ്സും എല്ലാവരും നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. ശിവൻ സാറായാലും യൂട്യൂബിൽ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടുന്നതും ഒക്കെ നമുക്ക് ടെൻഷൻ റിലീഫിന് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ റിസൾട്ട് അനാലിസിസ് എല്ലാ എക്സാം കഴിഞ്ഞ് അന്ന് വൈകിട്ട് തന്നെ ഡയറക്ടേഴ്സ് ക്ലാസ്സിൽ വരുമായിരുന്നു. അപ്പം തന്നെ എക്സാമിനെ പറ്റി ഒരു അനാലിസിസും അതുപോലെ അവർ തന്നെ പറയും എക്സാം ടഫായിരുന്നു, കുഴപ്പമില്ല, മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ ക്ലാസ് ടീച്ചർ, എൻ്റെ ക്ലാസ് ടീച്ചർ അഞ്ജു മിസ് ആയിരുന്നു. മിസ്സാണേലും നല്ല മോട്ടിവേറ്റിംഗ് ആയിരുന്നു. മാർക്ക് കുറഞ്ഞാൽ ചോദിക്കുക എന്ത് പറ്റി, അടുത്ത പ്രാവശ്യം ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എല്ലാ രീതിയിലും സ്ട്രെസ് ഉണ്ടാവാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രൗഡ് മദറാണ്. നാഷണൽ ലെവൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, ഇത്രയധികം കോമ്പറ്റീഷൻസ്, ഇത്രയധികം കുട്ടികൾ എഴുതുന്ന ഒരു എക്സാമിന് മോൾ ഇത്രയും ഉയർന്ന സ്കോർ നേടി ആ എക്സാം ക്ലിയർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇപ്പം വളരെ സന്തോഷത്തിലായിരിക്കും അല്ലേ? അതെ, തീർച്ചയായും വളരെയധികം സന്തോഷമുണ്ട്. എങ്ങനെയായിരുന്നു ലിൻഡു ചെറുപ്പകാലം തൊട്ടേ, സ്കൂൾ കാലം തൊട്ടേ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ശീലമുള്ള ആളായിരുന്നോ? മോളെ നമ്മൾ പഠിക്കുക എന്ന് ഫോഴ്സ് ചെയ്യേണ്ട ഒരു അവസ്ഥ രണ്ട് മക്കളും ഉണ്ടാക്കിയിട്ടില്ല. അവർ സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ സൺഡേ സ്കൂളിലും ഒക്കെ ടോപ്പറായിരുന്നു. അതായത് കോ കരിക്കുലർ ആക്ടിവിറ്റീസിലും പങ്കെടുത്തിരുന്നു. കലാതിലകം, സ്പോർട്സ് ചാമ്പ്യൻ, സ്കൂൾ ലീഡറൊക്കെ ആയിരുന്നു. അതുപോലെ ചർച്ച് കൊയർ, സ്കൂൾ കൊയറിലൊക്കെ മെമ്പറായിരുന്നു. എല്ലാത്തിനും ഉപരി ഒരു ഉറച്ച ദൈവവിശ്വാസമുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന തൊട്ടേ രണ്ട് പെൺമക്കളും ഡോക്ടർ ആവണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അല്ലേ? ചെറിയതുപോലെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം മൂത്ത മോള് ബ്രില്യൻറ്റിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോൾ രണ്ട് കുട്ടികളെ അവിടെ വിട്ടതിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ബ്രില്യൻറ്റിനെ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വിജയം നേടാൻ സാധിച്ചത്. മോൾക്ക് ഇങ്ങനെ ഒരു വിജയം കിട്ടിയതിൽ ആദ്യമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം എൻ്റെ ബ്രില്യൻറ്റ് ഫാമിലിക്കുള്ള നന്ദി അറിയിക്കുന്നു. 20 ലക്ഷം കുട്ടികൾ എഴുതുന്ന ഒരു എക്സാമിൽ കുട്ടികൾക്കും അതുപോലെ എൻ്റെ പേരൻസിന് ടെൻഷൻ ഉണ്ടാവും, സ്വാഭാവികമായാണ്. ഈ ടെൻഷനെയൊക്കെ ഇല്ലാതാക്കി അത് ഈ ബ്രില്യൻറ്റിൽ നിന്നും ഉള്ള വീഡിയോസൊക്കെ അതിന് ഒത്തിരിയധികം പ്രയോജനം ചെയ്തു. ബ്രില്യൻറ്റിനെ പറ്റി പറയുമ്പോൾ ശിവൻ സാറിനെ പറ്റി പറയേണ്ടിയിരിക്കുന്നു. എൻട്രൻസിനെ സംബന്ധിച്ചുള്ള ഏത് സംശയവും ഏത് സാഹചര്യത്തിൽ നമുക്ക് സാറിനോട് വിളിച്ച് ചോദിക്കുകയും അങ്ങനെ സാറ് അതിൻ്റെ ഒരു എൻസൈക്ലോപീഡിയ തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും. മെറിറ്റോറിയസ് സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഫ്രീ സ്കോളർഷിപ്പും അതുപോലെ ഫിനാൻഷ്യലി വീക്കായിട്ടുള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ബ്രില്യൻ്റ്, അത് വളരെയധികം പ്രശംസനീയമാണ്. ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ നമ്മുടെ കുട്ടികളെ അയക്കാൻ ഇതുമൂലം സാധിക്കുന്നുണ്ട്. ബ്രില്യൻറ്റിൻ്റെ വളർച്ചയിൽ പേരൻ്റ് എന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്. ബ്രില്യൻറ്റ് വരും തോറും ഞങ്ങളും അഭിമാനിക്കുന്നു. നിങ്ങൾ കൂടുതൽ ഉയരത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. മോളെ നീറ്റ് എക്സാമിൽ ഉയർന്ന മാർക്ക് നേടാൻ മോളൊരു കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്തായിരുന്നു ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി? നമ്മൾ തിയറിയെക്കാട്ടിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്ന ഒരു രീതിയായിരുന്നു. നമ്മൾ തിയറി പഠിക്കുന്നതോടൊപ്പം തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ്, അത് ആ പോർഷനിൽ നിന്ന് വരാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കും. ഇപ്പം ഒരു ഹോളിഡേയ്സ് ഒക്കെ ആണെങ്കിൽ ഒരു 12 to 14 hours പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ കൃത്യമായി ബ്രേക്ക് എടുത്ത് അതുപോലെ തന്നെ ഉറക്കം അതിനോടൊപ്പം ഒരു 6 to 7 hours എന്തായാലും ഉറങ്ങും, അങ്ങനെ ഒരു രീതിയായിരുന്നു. അതുകൊണ്ട് ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല. പഠിത്തം അതിനോടൊപ്പം തന്നെ ആയിരുന്നു. ഏത് സബ്ജക്റ്റാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്? എല്ലാ നീറ്റ് ആസ്പിറൻസിനും ഫിസിക്സ് ആണ് കുറച്ചൊരു ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഇത് വരുമ്പം ഫിസിക്സ് ആണ്. പക്ഷേ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതോറും ഫിസിക്സ് ആയിരുന്നു പിന്നെ ഏറ്റവും ഈസി ആയിട്ട് വന്നത്. ഈ കെമിസ്ട്രിക്ക് ഫോളോ ചെയ്ത പാറ്റേൺ, അതായത് ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്, ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ ഇതിലേതാണ് കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് തോന്നിയത്? എനിക്ക് ഓർഗാനിക് എനിക്ക് അത്യാവശ്യം ഈസി പോലെയായിരുന്നു. ഫിസിക്കലും ഇനോർഗാനിക് ആയിരുന്നു കൂടുതൽ മെമ്മറൈസ് ചെയ്യാനുള്ളത് കൊണ്ട് ഇനോർഗാനിക് ആയിരുന്നു കുറച്ച് പ്രശ്നം. ഫിസിക്കലും ഓർഗാനിക്കും കുഴപ്പമില്ലായിരുന്നു. അപ്പം ആ ഒരു നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് തോന്നും എന്ന് പറഞ്ഞല്ലേ, അപ്പോൾ അതെങ്ങനെയാണ് ഓവർകം ചെയ്തത്? ഇനോർഗാനിക് ആണെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക, അതിൻ്റെ തന്നെ ഷോർട്ട് നോട്ട്സ് പോലെ നമ്മൾ എല്ലാ സബ്ജക്ട്സിനും നമ്മൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കും. അപ്പം അത് റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് പിന്നെ ഇടയ്ക്ക് ടെക്സ്റ്റും കൂടെ റെഫർ ചെയ്യുക, അങ്ങനെ ഇതായിരുന്നു. അപ്പം കൂടുതൽ നമ്മൾ ഷോർട്ട് നോട്ട്സ് വായിക്കുമ്പോൾ നമ്മുടെ മെയിൻ പോയിന്റ്സ് നമ്മൾ ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് വെച്ച് അത് തന്നെ പിന്നെ പഠിക്കുമ്പോൾ എക്സാമിന് ആ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പം നമുക്ക് കൂടുതൽ മെമ്മറൈസ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഈ ബയോളജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ താരതമ്യേന സ്കോർ ചെയ്യാൻ ഈസിയാണ്, ബട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ പലരും ബുദ്ധിമുട്ടാണെന്ന് പറയാറ്. ബയോളജി ഈസിയാണെന്ന് പറയാം, പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ മറന്നു പോകുന്നതും ബയോളജിയാണ്. ഫിസിക്സ് ഒക്കെ നമ്മൾ ഒരു പ്രാവശ്യം പഠിച്ചാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കും, പക്ഷേ ബയോളജി നമ്മൾ വായിച്ചില്ലെങ്കിൽ പെട്ടെന്ന് മറന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ അതിനും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഒരു പ്രതിവിധി എന്ന് പറയുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ ആ പോർഷൻ ഓർത്തില്ല, ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ഓർമ്മ വരും.
അങ്ങനെ ഒരു ഇതായിരുന്നു. ബയോളജി ആണെങ്കിൽ NCERT തന്നെ ലൈൻ ബൈ ലൈൻ വായിക്കുക. പിന്നെ അവിടുത്തെ ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ ഇൻടെക്സ്റ്റ് ഡയഗ്രത്തിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആ എക്സാം പാറ്റേണിൽ നമ്മൾ പോലും നമ്മൾ നോക്കും ഇത് NCERT ഉള്ളത് തന്നെയാണ്, പക്ഷേ അത് കാണും, ആ ഡയഗ്രത്തിനകത്ത് അതൊക്കെ കാണും. ലേബിൾഡ് ആയിരിക്കും, പക്ഷെ നമ്മൾ അതിനെ പറ്റി പഠിക്കത്തില്ല. അപ്പം നമ്മൾ ആ കറക്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കും തോറും കൂടുതൽ നമുക്ക് NCERT നന്നായിട്ട് മനസ്സിലാവും. ഫുൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളും ക്വസ്റ്റ്യൻ ചെയ്യുന്ന എക്സാമിലൂടെയാണ് നമുക്ക്, പ്രത്യേകിച്ച് ബ്രില്യൻറ്റിൻ്റെ എക്സാം ആ പാറ്റേൺ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ കാണുന്തോറും നമുക്ക് ആ NCERT കൂടുതൽ ഫെമിലിയർ ആവുമായിരുന്നു. അപ്പോൾ ഈ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് എപ്പോഴും പറയുന്നത് നമുക്ക് തിയറി പഠിക്കണം. അപ്പോൾ ഈ തിയറി പഠിക്കാനുള്ള ആ ഒരു ഒബ്സഷൻ, കൂടുതൽ തിയറിയോടുള്ള, അപ്പോൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് മടിയാണ് അല്ലെങ്കിൽ ഒരു പേടിയാണ്. കാരണം കൂടുതൽ തിയറി പഠിക്കുമ്പോഴാണ് കൂടുതൽ മാർക്ക് കിട്ടാന്നൊരു മിസ്കൺസെപ്ഷൻ പല പിള്ളേർക്കും ഉണ്ട്. ഞാനും ആദ്യമേ അങ്ങനെയായിരുന്നു, തിയറി കൂടുതൽ പഠിക്കുക. പക്ഷേ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. എക്സാമിന് വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ തിയറി വേണം, അത്യാവശ്യം തിയറി വെച്ചാൽ നമ്മൾ ഫുൾ 100% തിയറി പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കരുത്. ഒരു 75 ഒക്കെ പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുവാണെങ്കിൽ ബാക്കി 25 നമുക്ക് ആ ക്വസ്റ്റ്യൻസിലൂടെ മേക്കപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അത് ക്രാക്ക് ചെയ്യാൻ മാത്രമുള്ള തിയറി നമ്മൾ പഠിക്കണം. പിന്നെ ഈ ടൈം മാനേജ്മെന്റും ക്വസ്റ്റ്യൻസ്, അപ്പം തിയറി പഠിക്കുന്നതിന് ടൈം മാനേജ്മെന്റ്, ക്വസ്റ്റ്യൻസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ് നീറ്റിന്റെ മെയിൻ. ആ ടൈം 1 മിനിറ്റിനുള്ളിൽ ഒരു ക്വസ്റ്റ്യൻ തീർക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്താലേ നമുക്കത് പ്രാക്ടീസ് ആയിരുന്നു. കുറേ തിയറി പഠിച്ചുകൊണ്ട് കാര്യം, തിയറി വേണം, പക്ഷെ അതൊരു ബേസ് ആക്കി നിർത്തി ക്വസ്റ്റ്യൻസ് പറ്റത്തില്ല. ക്വസ്റ്റ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത്യാവശ്യം ബേസ് ഉണ്ടാക്കി പഠിക്കണം. ഈ ഫിസിക്സിലേക്ക് വരുവാണെങ്കിൽ ഇത്രയും +1 +2 കൂടി ചേരുമ്പോഴത്തേക്കും വളരെയധികം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, അതിൽ ഒരുപാട് ഫോർമുല പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടി എന്താ ചെയ്തത്? ഫിസിക്സിനാണെങ്കിൽ നമുക്കൊരു ഫോർമുല ബുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യമൊക്കെ ഞാൻ ആ ഫോർമുല തന്നെ ഇങ്ങനെ കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് മനസ്സിലായത് അത് ടൈം കൺസ്യൂമിങ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനോടൊപ്പം ആ ഫോർമുല ഇങ്ങനെ നോക്കിപ്പോയാൽ അതിലൂടെ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ഇക്വേഷൻ തന്നെത്താൻ പഠിക്കും. അല്ലാതെ ഇക്വേഷൻ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന അത് മറന്നു പോകും. അപ്പം ആ ഷോർട്ട് നോട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ ഇത്രയും നമ്മൾ പാഠമുണ്ടെന്ന് പറയുമെങ്കിൽ ഫിസിക്സ് ആണ് നമുക്ക് ഏറ്റവും കുറച്ചുള്ളത് പോലെ തോന്നുന്നത്. എന്നുവെച്ചാൽ ഏകദേശം കണ്ടിന്യൂറ്റി ആണല്ല. അപ്പം ഒരു ചാപ്റ്ററിന് ഒരു ബേസ് ഉണ്ടായാൽ അത് നമുക്ക് ബാക്കി എല്ലാ ചാപ്റ്ററിലും യൂസ്ഫുള്ളാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഫിസിക്സ് ആയിരുന്നു ഏറ്റവും കുറവുള്ളത്. ബയോളജി എന്നൊക്കെ പറയുമ്പോൾ 2 ടെക്സ്റ്റ് ഫുള്ള് കുറേ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഫിസിക്സ് നമുക്ക് അത്ര ഉണ്ടെന്ന് നമുക്ക് തോന്നത്തില്ല. ആ കൺസെപ്റ്റിനെ പറ്റി ഒരു ഐഡിയയും അതുപോലെ തന്നെ ഇക്വേഷൻസ് ഒന്ന് നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഇതാണ് ഇക്വേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം ഇനിയിപ്പം നമ്മൾ ബ്രില്യന്റിനെ പറ്റി പറയുവാണെങ്കിൽ ബ്രില്യന്റ് നമുക്കറിയാം നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് എന്താണ്? ഏറ്റവും നന്നായിട്ട് തോന്നിയ e-learning ആപ്പ് തന്നെയാണ്. അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻ, ഞാൻ വീണ്ടും പറയുന്ന അതിലെ ക്വസ്റ്റ്യൻസ്, നമുക്ക് എത്ര ക്വസ്റ്റ്യൻ, അൺലിമിറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഒരു ഭാഗത്തു നിന്ന് വരുന്നത്. നമുക്ക് എല്ലാം ഒന്നും സോൾവ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിലും നമ്മൾ എക്സാം വരുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. അപ്പം e-learning ആപ്പ് തന്നെയാണ്. അതിൻ്റെ ഡൗട്ട് ക്ലിയറൻസ്, ഡിസ്കഷൻ, എല്ലാ ഫെസിലിറ്റി നമുക്ക് ഇപ്പോൾ യൂട്യൂബിൽ തന്നെ വീഡിയോസ് അതിൻ്റെ നമുക്ക് അവൈലബിൾ. അപ്പം അലോട്ട്മെൻറ്റ് സംബന്ധിച്ചുള്ള ഡൗട്ടും അപ്ലൈ ചെയ്യേണ്ട എല്ലാം നമുക്ക്, അതുപോലെ മോട്ടിവേഷൻ ടോക്കും എല്ലാം അതിൽ തന്നെ വരുന്നതുകൊണ്ട് ഏറ്റവും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് e-learning ആപ്പിൽ. അതുപോലെ തന്നെ നമുക്ക് ബ്രില്യൻ്റ് അസേർഷൻ റീസൻ്റെ ഒരു സെപ്പറേറ്റ് ബുക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. നമുക്ക് കഴിഞ്ഞൊരു വർഷം തൊട്ടാണ് ഈ അസേർഷൻ റീസൺ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തത്. പക്ഷേ നമുക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ നമുക്ക് കൂടുതൽ ഇതൊന്നും വന്നില്ല. കാരണം വെച്ചാൽ ബ്രില്യൻറ്റിന് അതുപോലെ തന്നെ ഇഷ്ടംപോലെ സ്റ്റേറ്റ്മെൻറ്റ്, നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മിക്കപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് അപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും നീറ്റ് എക്സാം വന്നപ്പോൾ നമുക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ആ ബുക്കും അതിനകത്ത് ആ ബുക്ക് ഫുൾ അസേർഷൻ റീസൺ മെട്രിക്സ് ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് എല്ലാ ചാപ്റ്റർ വൈസ് ആയിരുന്നു. അപ്പോൾ നമുക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പം നീറ്റ് എക്സാമിന് അതും ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രം സെപ്പറേറ്റ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ e-learning ആപ്പിലും അസേർഷൻ റീസൺ ആയിട്ട് പ്രത്യേക ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തും ചാപ്റ്റർ വൈസ്, ഇത് രണ്ടും എൻ്റയർലി ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്കപ്പോൾ ബുക്കിലേയും ചെയ്യാം, e-learning ചെയ്യാം, അങ്ങനെ ഇഷ്ടംപോലെ നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് NCERT ബയോളജി ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് ഒരു അസേർഷൻ റീസൺ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്നൊരു ഐഡിയ കിട്ടി അല്ലേ? എങ്ങനെയൊക്കെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുക, എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരും, എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നൊക്കെ ആ ഒരു പാറ്റേണിൽ നിന്നാണ് മനസ്സിലായി. ഓക്കെ, അപ്പം നീറ്റ് എക്സാമിന് ഇത്രയും അധികം ഉയർന്ന സ്കോർ നേടിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും മോളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ഡ്രീം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരിക്കും അല്ലേ? എനിക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കണം എന്ന് ഇപ്പോൾ ഒരു സ്വപ്നം ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അതേതാണ്? അങ്ങനെ ഏതൊരു നീറ്റ് ആസ്പിറന്റ് മെയിൻ ഓഫ് നെയിംസ് ഡൽഹിയാണ്. പിന്നെ ജിപ്മർ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് എല്ലാം നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മോളുടെ ഡ്രീം ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പം മോള് ബ്രില്യൻറ്റിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു ലിൻഡു, അതിനുശേഷം ബ്രില്യൻറ്റിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ലിൻഡു. അപ്പോൾ ഇത് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് മോൾക്ക് തന്നെ ഒരു ചേഞ്ച് ഫീൽ ചെയ്യും. നമ്മുടെ സ്റ്റഡി പാറ്റേൺ ആണെങ്കിലും ഡിസിപ്ലിൻ ആണെങ്കിലും കൺസിസ്റ്റൻസി ആണെങ്കിലും. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാമോ? മെയിനായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ പഠിക്കേണ്ടത് എങ്ങനെ എന്ന് മനസ്സിലായി.
പിന്നെ അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ദിവസം 14 hours പഠിച്ചു അടുത്ത ദിവസം പഠിക്കാതിരിക്കുകയല്ല. ഹോസ്റ്റലിലാണ് നമ്മൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പം ബാക്കിയുള്ളവർ പഠിക്കുമ്പോൾ തന്നെ നമുക്കൊരു മോട്ടിവേഷനാണ്. ഇപ്പം നമ്മളൊന്ന് ഡൗൺ ആയിരുന്നാലും ബാക്കിയുള്ളവർ പഠിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ഉള്ളിൽ നിന്ന് പഠിക്കണമെന്നൊരു ഇത് വരും. അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, കുറച്ചും കൂടി ഡിസിപ്ലിൻ വന്നു, കറക്റ്റ് എഴുന്നേൽക്കുക. നമുക്ക് തന്നെ ഒരു ആവശ്യം, മറ്റേത് മമ്മിയൊക്കെ വിളിച്ചുണർത്തേണ്ട അവസ്ഥയായിരുന്നു. അപ്പം നമുക്ക് തന്നെ പിന്നെ ഒരാഴ്ച വീട്ടിൽ വന്നപ്പോഴായാലും കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കുക. നമ്മൾ കൂടുതൽ റെസ്പോൺസിബിളായി പഠിത്തത്തോട് തന്നെ ഇത്ര വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് നമ്മൾ എന്തായാലും ഇത്രയും പേര് എഴുതുമ്പോൾ നമുക്കതിൽ എങ്ങനെ എക്സെല് ചെയ്യാം എന്നൊരിത് ബ്രില്യൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വലിയ വിജയം കിട്ടിയതിൽ ഏറ്റവും വലിയ പങ്ക് ബ്രില്യൻറ്റിൻ്റെ തന്നെയാണ്. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ അഞ്ജു മിസ്, അതുപോലെ അൻസമ്മ മിസ്, എല്ലാവരും നമുക്ക് തന്ന സപ്പോർട്ട് വളരെ വലുതാണ്. അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് എല്ലാ റിസൾട്ട് അനാലിസിസിനൊക്കെ നമുക്ക് വന്ന് മോട്ടിവേഷനൊക്കെ തന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സ് ജോസഫ് സാർ, സൂരജ് സാർ, പിന്നെ ലാസ്റ്റ് മിനിറ്റ്സ് ഞങ്ങൾക്ക് എക്സാം ടിപ്സൊക്കെ തന്ന പ്രദീപ് സാർ, എല്ലാവരെയും നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുന്നു. എൻ്റെ ബ്രില്യൻ ടീമിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നീറ്റ് പോലെ ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ട സ്റ്റുഡൻസ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എത്രമാത്രം കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം, എത്രമാത്രം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം എന്നുള്ളത് ലിൻഡുവിൽ നിന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ 2024 നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു ഇൻ്റർവ്യൂ ഹെൽപ്ഫുള്ളായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.